നമസ്തേ, റാപ്പിഡ് ന്യൂസിലേക്ക് സ്വാഗതം. ബിജെപി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ നാളെ തലസ്ഥാനത്ത്. തിരുവനന്തപുരത്ത് നടക്കുന്ന ബിജെപിയുടെ വിശാല നേതൃയോഗം JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. 3500ഓളം പ്രവർത്തകർ വിശാല നേതൃയോഗത്തിന്റെ ഭാഗമാകും. വൈദ്യുതി പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്ന് KSEBയിൽ ചില്ലറ നൽകി വൈറലായ വാർഡ് മെമ്പറുടെ വീട്ടിലെ ഫ്യൂസ് ഊരി KSEB. കൊല്ലം തലവൂരിലെ BJP വാർഡ് മെമ്പർ രഞ്ജിത്തിന്റെ വീടിന്റെ ഫ്യൂസാണ് KSEB ഊരിയത്. വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കിയാണ് KSEB ഫ്യൂസ് അഴിച്ചുമാറ്റിയത്. അറ്റകുറ്റപ്പണികൾക്കായി കൊച്ചി കുണ്ടന്നൂർ തേവര പാലം 2 ദിവസം അടച്ചിടും. നാളെ രാത്രി 11 മുതലാണ് അടച്ചിടുക. പണി പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാവിലെ തുറന്നു നൽകും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ ആദരിച്ച് തിരുവനന്തപുരം ഫിലിം ഫ്രട്ടേണിറ്റി. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. സിനിമാ രംഗത്തെ നിസ്തുല സേവനങ്ങൾക്കുള്ള പ്രതിമാസ അനുമോദന പരിപാടിയായ തമ്പിന്റെ ഉദ്ഘാടനവും സുരേഷ് ഗോപി നിർവഹിച്ചു. കോഴിക്കോട് ശുചിത്വ മിഷന്റെ ഉദ്ഘാടനത്തിനായി സ്കൂളിലെത്തിയ സുരേഷ് ഗോപി സദസ്സിന്റെ ഹൃദയം കീഴടക്കിയാണ് മടങ്ങിയത്. കേന്ദ്രമന്ത്രി അക്ഷരാർത്ഥത്തിൽ കുട്ടികളുടെ കൊച്ചു കൂട്ടുകാരനായി തീരുകയായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ കെട്ടിട നികുതി തട്ടിപ്പിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാൻ വിധി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേതാണ് വിധി. അതേസമയം കുറ്റക്കാർക്ക് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയത് മേയറും സെക്രട്ടറിയുമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സംസ്ഥാനത്ത് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്രതിസന്ധിയിലേക്ക്. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞിക്കായി സംസ്ഥാന സർക്കാർ അനുവദിച്ചുകൊണ്ടിരുന്ന തുക വെട്ടിക്കുറച്ചു. സംസ്ഥാനത്ത് പച്ചക്കറികൾക്കും മറ്റ് സാധനങ്ങൾക്കും വില വർദ്ധിക്കുമ്പോഴാണിത്. തൃശൂർ ശക്തൻ നഗറിലെ OWC പ്ലാന്റ് കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. പ്ലാന്റിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലത്തിനും ഈച്ചശല്യത്തിനും ദുർഗന്ധത്തിനുമൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇടുക്കിയിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പൊതു ശ്മശാനമാണ് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് നാശത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും നിർമ്മാണ പ്രവർത്തനത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ആരോപണമുയരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനായി പ്രഖ്യാപിച്ച പുനർഗേഹം പദ്ധതി അപ്രായോഗികമെന്ന് വ്യക്തമാക്കി മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. 2017 പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട 16,000-ലധികം പേരിൽ ആനുകൂല്യം ലഭിച്ചത് 1/3 പേർക്ക് മാത്രം. ഭൂമിയുടെ വിലയായി പ്രഖ്യാപിച്ച 6 ലക്ഷം രൂപ പോലും പൂർണ്ണമായി നൽകാൻ കഴിയാത്ത സർക്കാർ നിലപാടാണ് പദ്ധതിയുടെ ലക്ഷ്യം തെറ്റാൻ പ്രധാന കാരണം. കേരള ജനതയെ കണ്ണീരിലാഴ്ത്തിയ പെരുമൺ ദുരന്തത്തിന് ഇന്ന് 36 വയസ്സ്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ഐലൻഡ് എക്സ്പ്രസ് ട്രെയിൻ പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടി കായലിലേക്ക് പതിക്കുകയായിരുന്നു. 105 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. ഫ്രഞ്ച് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടികൾക്ക് മുന്നേറ്റം. 2 ഘട്ടമായി നടന്ന തിരഞ്ഞെടുപ്പിൽ 182 സീറ്റുകൾക്കാണ് ന്യൂ പോപ്പുലർ ഫ്രണ്ട് നേടിയത്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മുന്നണിക്ക് 163 സീറ്റ് ലഭിച്ചു. തീവ്ര വലതുപക്ഷ നിലപാട് തുടരുന്ന നാഷണൽ റാലിക്ക് 143 സീറ്റ് മാത്രമാണ് നേടാനായത്. ജൂൺ 30-നും ഇന്നലെയും ആയാണ് ഫ്രഞ്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്.
WWE-യിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ജോൺ സീന. ടൊറന്റോയിലെ മണി ഇൻ ദി ബാങ്ക് മത്സരത്തിനിടെ വേദിയിലെത്തിയാണ് ജോൺ സീന വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അടുത്ത വർഷം അവസാനത്തോടെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് അവസാനിപ്പിക്കുമെന്നാണ് 47-കാരനായ താരം വ്യക്തമാക്കിയത്. ഏകദിനത്തിലും ടെസ്റ്റിലും രോഹിത് ശർമ്മ ക്യാപ്റ്റനായി തുടരുമെന്ന് BCCI സെക്രട്ടറി ജയ് ഷാ. വീഡിയോ സന്ദേശത്തിലൂടെയാണ് പ്രഖ്യാപനം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യ കിരീടമുയർത്തുമെന്നും ജയ് ഷാ പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരേയൊരു ദാതയായ സൗരവ് ഗാംഗുലിക്ക് ഇന്ന് 52-ാം ജന്മദിനം. ലോഡ്സിൽ പിറന്ന ദൈവം, നിർഭയനായ നായകൻ, യുവതാരങ്ങളുടെ രക്ഷകൻ എന്നിങ്ങനെ വിശേഷണങ്ങൾ ഏറെ. അഹങ്കാരി എന്ന വിളിയെ അലങ്കാരമാക്കി മാറ്റിയ വ്യക്തി കൂടെയാണ് സൗരവ് ചന്ദിദാസ് ഗാംഗുലി. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാവ് ലോവ്ലീന ബോർഗോയേൽ 2023 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ സ്വർണ്ണ മെഡലും 2022 ഏഷ്യൻ ഗെയിംസിലെ വെള്ളി മെഡലും ഉൾപ്പെടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ തന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. 69 നിന്നും 75 കിലോ വിഭാഗത്തിലേക്ക് മാറിയതാണ് തന്റെ കരിയറിലെ വഴിത്തിരിവായതെന്നും ഒരു പ്രമുഖ ദേശീയ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ലോവ്ലീന പറഞ്ഞു. സിംബാബ്വേക്കെതിരായ രണ്ടാം 2020-ൽ ഇന്ത്യക്ക് 100 റൺസിന്റെ കൂറ്റൻ വിജയം. ഇന്ത്യ ഉയർത്തിയ 235 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് സിംബാബ്വെ 134 റൺസിന് പുറത്തായി. ഇന്ത്യയ്ക്കായി ആവേശ് ഖാനും മുകേഷ് കുമാറും 3 വിക്കറ്റ് വീതം നേടി. 47 പന്തിൽ നിന്ന് 100 റൺസ് നേടിയ അഭിഷേക് ശർമ്മയാണ് കളിയിലെ താരം. യൂറോ കപ്പ് സെമി ലൈനപ്പായി. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെയും രണ്ടാം സെമിയിൽ നെതർലൻഡ്സ് ഇംഗ്ലണ്ടിനെയും നേരിടും. 10-11 തീയതികളിലാണ് മത്സരങ്ങൾ. കോപ്പ അമേരിക്കയിൽ സെമി ലൈനപ്പുകൾ തെളിഞ്ഞു. അർജന്റീന, യുറുഗ്വേ, കാനഡ, കൊളംബിയ ടീമുകളാണ് സെമിയിലേക്ക് മുന്നേറിയത്. 10-ന് നടക്കുന്ന ആദ്യ സെമിയിൽ അർജന്റീന കാനഡയെ നേരിടും. കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിൽ പ്രവേശിക്കുന്നത് തടയുന്നതിൽ നിന്ന് തൊഴിലാളികളെ വിലക്കണമെന്നും അകത്തു കടക്കാൻ പോലീസ് സംരക്ഷണം നൽകണമെന്നും വ്യക്തമാക്കി കമ്പനി അധികൃതർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഓസ്കാർ പുരസ്കാര ജേതാവും ടൈറ്റാനിക്, അവതാർ തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവുമായ ജോൺ ലാൻഡോ അന്തരിച്ചു. ജോൺ ലാൻഡോയുടെ സഹോദരി ടീനയാണ് മരണവിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. കഴിഞ്ഞ ഒരു വർഷമായി ലാൻഡോ അർബുദബാധിതനായിരുന്നു. സംസ്ഥാന സർക്കാർ റേഷൻ മേഖലയോട് കാണിക്കുന്ന അവഗണനകൾക്കെതിരെ റേഷൻ വ്യാപാരികൾ സംയുക്തമായി പ്രഖ്യാപിച്ച 2 ദിവസത്തെ സമരം ഇന്ന് തുടങ്ങും. രാവിലെ 8 മണി മുതൽ നാളെ വൈകിട്ട് 5 മണി വരെ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് രാപ്പകൽ സമരം. കഴിഞ്ഞ ദിവസം മന്ത്രിമാരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരവുമായി മുന്നോട്ടു പോകാൻ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. ഇന്നലെയും മിനിഞ്ഞാന്നും അവധി കാരണം റേഷൻ കടകൾ തുറന്നിരുന്നില്ല. ജൂലൈ മാസത്തെ റേഷൻ വിതരണവും ആരംഭിച്ചിട്ടില്ല. ഫോർമുല 1 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിയിൽ ലൂയിസ് ഹാമിൽട്ടന് ജയം. കരിയറിലെ 104ാമത്തെ ഗ്രാൻഡ് പ്രി ജയമാണ് മെഴ്സിഡസ് ഡ്രൈവർ വിജയം കുറിച്ചത്. 945 ദിവസങ്ങൾക്ക് ശേഷമുള്ള ബ്രിട്ടീഷ് താരത്തിന്റെ ആദ്യ റേസ് ജയമാണിത്. ബ്രിട്ടനിൽ 9ാം ജയം കുറിച്ച ഹാമിൽട്ടൺ ഒരു സർക്യൂട്ടിൽ ഏറ്റവും അധികം ജയങ്ങൾ നേടുന്ന ശുഭാർക്കിന്റെ റെക്കോർഡും മറികടന്നു. സ്പാനിഷ് മിഡ്ഫീൽഡർ സെർജിയോ ലാമാസിനെ സ്വന്തമാക്കി ഗോകുലം കേരള. 31-കാരനായ സ്പാനിഷ് മിഡ്ഫീൽഡർ സ്വന്തമാക്കിയതായി ഗോകുലം കേരള FC ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ബൊളീവിയയുടെ 1ാം ഡിവിഷനിലെ ഗ്യാബറ എന്ന ക്ലബിൽ നിന്നാണ് ഗോകുലം സെർജിയോയെ സൈൻ ചെയ്തിരിക്കുന്നത്. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടന്റെ റിവിഷൻ ഹർജിയിൽ ഇന്നും ഹൈക്കോടതി മുൻപാകെ വാദം തുടരും. കുഴൽനാടൻ നൽകിയ അപേക്ഷ പ്രകാരം ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനെ കക്ഷി ചേർത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കായി
ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം വേണ്ടെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടന്റെ റിവിഷൻ ഹർജി. CMRL കമ്പനിയിൽ നിന്നും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കും വീണയുടെ അക്കൗണ്ടുകളിലേക്കും പണമെത്തി. ഈ തെളിവുകൾ ഉണ്ടായിട്ടും വിജിലൻസ് കോടതി ഇടപെട്ടില്ല എന്നിങ്ങനെയായിരുന്നു റിവിഷൻ ഹർജിയിൽ മാത്യു കുഴൽനാടന്റെ വാദങ്ങൾ. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്ക വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ ലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ കഴിഞ്ഞ തവണ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഉത്തരവ് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ വിശ്വാസികളിൽ നിന്ന് വലിയ എതിർപ്പുണ്ടായി. ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്താണ് നടപടികൾ വൈകിപ്പിച്ചത്. പ്രതിഷേധത്തിനിടെ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ആത്മഹത്യാ ഭീഷണി മുഴക്കി രംഗത്തു വന്നിരുന്നുവെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ആലുവ എടയപ്പുറത്ത് ഉറങ്ങിക്കിടന്ന 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ വിചാരണ ഇന്ന് തുടങ്ങും. തിരുവനന്തപുരം സ്വദേശി ക്രിസ്ത്യൻ രാജാണ് പ്രതി. പെരുമ്പാവൂരിൽ വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ ക്രിസ്ത്യൻ രാജ് പീഡിപ്പിച്ച മറ്റൊരു കേസിൽ ചൊവ്വാഴ്ചയും വിചാരണ ആരംഭിക്കും. പെരുമ്പാവൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് വിചാരണ നടത്തുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 7-നായിരുന്നു സംഭവം. റാപ്പിഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ. ഉടൻ തന്നെ പ്രദീപും വീണയും ചേരും.